18-19 നമ്മൾ വായിച്ചാൽ, ലാസ്റ്റ് ടൈം നമ്മൾ വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ചോദ്യം. ഈ 8-18-19 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ്. So yet what we suffer now is nothing compared to the glory he will reveal to us later. For all creation is waiting eagerly for the future day when God will reveal who his children really are. So ദൈവമക്കൾ നേരിടുന്ന കഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് ധ്യാനിച്ചത്. സോ തീർച്ചയായിട്ടും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, ആത്മീകമായിട്ട് ദൈവഭക്തിയിൽ വളരുന്നവർക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് പഠിച്ചത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ 18-ാം വചനത്തിൽ പറയുന്നത് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. കാരണം യഥാർത്ഥമായി ദൈവ പൈതലായിട്ട് ദൈവഭക്തിയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും വെളിപ്പെടുവാനുള്ള തേജസ് ഉണ്ടല്ലോ, അതിന്റെ മുൻപിൽ ഈ കഷ്ടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒന്നും അല്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വചനം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, വെളിപ്പെടുവാനുള്ള തേജസ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നു, ഈ കഷ്ടങ്ങൾ ഉണ്ടല്ലോ, ഇത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഫോർ അവർ മൊമെന്ററി ലൈറ്റ് ഡിസ്ട്രെസ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മൊമെന്ററി ഡിസ്ട്രെസ്, മൊമെന്ററി ട്രബിൾസ്, മൊമെന്ററി ലൈറ്റ് പ്രോബ്ലംസ് എന്നാണ് കഷ്ടങ്ങളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതിന്റെ മുഴുവൻ വചനം വായിക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കൂട്ടുവാൻ ഹേതുവാകുന്നു എന്നാണ് പറയുന്നത്. For our momentary light distress is producing for us an eternal weight of glory എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. ലഘു നേരത്തേക്കുള്ള ആ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ, തേജസ്സിന്റെ ആ നിത്യമായിട്ടുള്ള ഘനത്തിലേക്ക് പ്രവേശിക്കുവാൻ അത് നമ്മെ സഹായിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 18-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല. ആ പ്രത്യാശ, ആ ഒരു ഹോപ്പ്, ആ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടാവും. കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാറുണ്ട്. സ്ട്രെസ്സിൽ നമ്മൾ അകപ്പെടാറുണ്ട്. ടെൻഷൻ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും. എന്നാൽ കഷ്ടങ്ങളെ ഏത് രീതിയിൽ കാണണം, കഷ്ടങ്ങളെ ഏത് രീതിയിൽ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വചനത്തിൽ പറയുന്നത്.
സോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഉണ്ട്. ഇപ്പൊ കഷ്ടങ്ങളും ഉണ്ട്, സോ തേജസ്സും ഉണ്ട്. അതാണ് കമ്പയർഡ് ടു ദ ഗ്ലോറി ഹി വിൽ റിവീൽ ടു അസ് ലേറ്റർ. ഇപ്പോൾ കഷ്ടങ്ങൾ. സോ ആരെല്ലാം ഈ കഷ്ടങ്ങളിൽ കടന്നിപ്പോകുന്ന അവർക്ക് ലേറ്റർ ഗ്ലോറി എന്നാണ്. സോ പിന്നെ തേജസ് എന്നാണ്, പിന്നെ മഹത്വം എന്നാണ്. ഇപ്പൊ കഷ്ടങ്ങളും ഉണ്ട്, മഹത്വവും ഉണ്ട്. പ്രയാസങ്ങളും ഉണ്ട്, ഗ്ലോറിയും ഉണ്ട്. സോ അതുകൊണ്ടാണ് 1 പത്രോസ് 4:13 നമ്മൾ വായിക്കുമ്പോൾ 1 പത്രോസ് 4:13 പത്രോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും, നോക്കണം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലാസിച്ചാനന്ദിപ്പാൻ ഇടവരും എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കുള്ളവരാകണം, പങ്കുചേരണം, പങ്കാളികളാകണം. എത്രമാത്രം നമ്മൾ പങ്കാളികളായി തീരുവോ അത്രമാത്രം നമ്മൾ സന്തോഷിക്കണം. ഇപ്പൊ കഷ്ടങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട, കഷ്ടങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. സോ കാരണം ആ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട്, ആ കഷ്ടങ്ങളെ സഹിക്കുന്നത് കൊണ്ട്, ആ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീരുന്നത് കൊണ്ട് നിങ്ങൾ ഒരു ദിവസം അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലാസിച്ച് ആനന്ദിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഉല്ലാസിച്ച് ആനന്ദിപ്പാൻ ഇടവരും എന്നാണ്. Instead, be glad, for these trials make you partners with Christ in his sufferings, so that you will have the wonderful joy of seeing his glory when it is revealed to all the world. എന്ന് വചനം. അപ്പൊ കഷ്ടങ്ങളുണ്ട്, തേജസ് ഉണ്ട്. കഷ്ടങ്ങളിൽ ദുഃഖം ഉണ്ടായാലും തേജസ്സിൽ നമ്മൾ ഉല്ലാസിച്ച് ആനന്ദിക്കും എന്നാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറഞ്ഞു. സോ അത് എപ്പോഴാണ്? കഷ്ടങ്ങൾ ഇപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുകാരായാൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുചേർന്നാൽ എപ്പോഴാണ് നമുക്ക് സന്തോഷം? എപ്പോഴാണ് തേജസ്? എപ്പോഴാണ് ആനന്ദം? ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എന്നാണ്. യേശുവിന്റെ തേജസ്സോടെ കൂടിയ പ്രത്യക്ഷതയിൽ. അവൻ തേജസ്സോടെ പ്രത്യക്ഷനാകും. യേശു ക്രിസ്തു തേജസ്സോടെ ഒരു ദിവസം പ്രത്യക്ഷനാകും. അവന്റെ കഷ്ടങ്ങളിൽ പങ്കുചേർന്നവർ അവന്റെ തേജസ്സിൽ പങ്കാളികളായിത്തീരും. ക്രിസ്തുവിന്റെ തേജസ്സിൽ, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടങ്ങളിൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീരണം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്തിനു വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ചോ അവന്റെ വഴിയിൽ നമ്മളും സഞ്ചരിക്കുമ്പോൾ ആ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. നമ്മൾ അപമാനങ്ങൾ നേരിടേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, ലോൺലിനെസ് നമ്മൾ നേരിടേണ്ടി വരും. ആളുകള് നമ്മെ ചിലപ്പോൾ മനസ്സിലാക്കത്തില്ലായിരിക്കും, ഒറ്റപ്പെടുത്തുന്നവരായിരിക്കും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ തേജസ്സിൽ നിങ്ങൾ പങ്കാളികളാകും എന്നാണ് പറയുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:4 നമ്മൾ വായിക്കും.
കൊലോസ്യർ 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ നിത്യജീവനായ ക്രിസ്തു, നമ്മൾ ജീവിക്കുന്നത് തന്നെ ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവൻ ഉള്ളത് അവനിലാണ്. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ. അപ്പൊ നമ്മുടെ ജീവനായിരിക്കുന്ന യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഈ തേജസ്, ഈ മഹത്വം, ഈ ഉല്ലാസം, ഈ ആനന്ദം നമുക്ക് അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ഫോർടേസ്റ്റ് ഇപ്പോൾ നമുക്ക് അനുഭവിക്കാം. നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സമാധാനം, ദൈവം നൽകുന്ന വിടുതൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ഉല്ലാസം, ആനന്ദം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിന്റെ ഫോർടേസ്റ്റ് ആണ്. എന്നാൽ അത് പരിപൂർണമായിട്ടുള്ള ഉല്ലാസം, പരിപൂർണമായിട്ടുള്ള ആനന്ദം, ആ പരിപൂർണമായിട്ടുള്ള തേജസ്, ആ മഹത്വം അനുഭവിക്കുന്നത് യേശു ക്രിസ്തു തേജസ്സോടെ വെളിപ്പെടുമ്പോഴാണ്. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. And when Christ, who is your life, is revealed to the whole world, you will share in all his glory and honor. You will share in all his glory. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഈ തേജസ്, യേശു ക്രിസ്തുവിന്റെ ഈ ഗ്ലോറി, യേശു ക്രിസ്തുവിന്റെ ഈ മഹത്വം എങ്ങനെ ഉള്ളതാണ് എന്നുള്ളത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 27-ാം വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്നാണ്. For the Son of Man is going to come in the glory and majesty of his Father with his angels, and then he will repay each one in accordance with what he has done എന്നാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഒരു തേജസ്, യേശു ക്രിസ്തുവിന്റെ ഒരു മഹത്വം, യേശു ക്രിസ്തുവിന്റെ ഗ്ലോറി എങ്ങനെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ഒരു മാജസ്റ്റി എങ്ങനെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ, തന്റെ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ, ഗ്ലോറി ആൻഡ് മാജസ്റ്റി ഓഫ് ഹിസ് ഫാദർ. ഇപ്പൊ പിതാവായ ദൈവത്തിന് ഏത് മഹത്വമുണ്ടോ അതേ മഹത്വം ക്രിസ്തുവിനുമുണ്ട്. ആ പിതാവിന്റെ മഹത്വത്തിൽ അവൻ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിനുള്ള അതേ മഹത്വം അവനിൽ വിശ്വസിച്ചു അവന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ആരെല്ലാം അനുഭവിച്ചോ, അവന്റെ കഷ്ടങ്ങളിൽ ആരെല്ലാം പങ്കാളികളായി തീർന്നോ, അവർ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കാളികൾ ആകും. ഇപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികളായവർ ക്രിസ്തുവിന്റെ തേജസ്സിൽ, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ആ ക്രിസ്തുവിന്റെ തേജസ്സിൽ പങ്കാളികളാകുന്നത്, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കാളികൾ ആകുന്ന ആ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു സംഭവമുണ്ടല്ലോ, അതിനോട് നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന കഷ്ടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒന്നും അല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ വേണം നമ്മൾ ഓരോരുത്തരും ഈ ലോക യാത്രയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടുണ്ട് സന്തോഷമായിട്ട് മുൻപോട്ട് പോകും.
അപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ കഷ്ടങ്ങളുണ്ടല്ലോ, ഈ പ്രയാസങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ കാണുന്ന ഒരു രീതി, ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ കഷ്ടങ്ങളായിട്ട് തോന്നത്തില്ല. കാരണം നമുക്കൊരു പ്രത്യാശ ഉണ്ട്. വി ഹാവ് എ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എന്താണ്? ഈ കഷ്ടത്തിൽ കൂടി ഞാൻ കടന്നു പോയാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ തേജസ് അന്ന് പൂർണ്ണമായി അനുഭവിക്കും എന്ന അതിന്റെ ഫോർ ടേസ്റ്റ് ഞാൻ ഇപ്പോൾ അനുഭവിക്കും. അതാണ് നമ്മുടെ വിശ്വാസം എന്ന്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള തേജസ് എങ്ങനെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഫോർ ടേസ്റ്റ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കണം. സോ അതിനെ യേശുക്രിസ്തു അവസരം നൽകുന്നു. യേശുക്രിസ്തു അവസരം നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങളെ അനുവദിക്കുന്നതിൽ കൂടി. സോ നമ്മൾ 19-ാം വചനത്തിലേക്ക് വരുമ്പോൾ, സോറി 19 കോപ്പി ചെയ്തില്ല എന്ന് തോന്നുന്നു. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തു. വേഴ്സ് 19, 19-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ടല്ലോ, ആ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. For all creation is waiting eagerly for the future day when God will reveal who His children really are എന്നാണ്. സോ എന്താണ് ഇവിടെ പറയുന്നത്? All of creation is eagerly waiting for the revealing of the glory of the sons of God. The whole world or all creation is waiting eagerly for that day. അതായത് ദൈവത്തിന്റെ പുത്രന്മാർക്ക് വെളിപ്പെടുന്ന ആ തേജസ് ഉണ്ടല്ലോ, തേജസ് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഓർത്ത് ഈ സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. See, the whole creation is waiting for that day. ഏത് ഡേ ആണ്? ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രിമാർ ഈ തേജസ്സിനെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഓർത്ത് ആകാംക്ഷയോടെ ഈ സൃഷ്ടി മുഴുവൻ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ദിവസത്തിൽ എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? നമ്മൾ 20-21 വചനങ്ങൾ വായിക്കുമ്പോൾ, റോമർ 8:20-21 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്കു കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതായത് for the creation was subjected to frustration and futility, not willingly, but by the will of him who subjected it, in hope that the creation itself will also be freed from its bondage to decay into the glorious freedom of the children of God എന്ന്. എന്താണ് 20-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു സത്യം? സിമ്പിൾ ആയിട്ട് നോക്കിയാൽ 20-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിയേഷൻ വാസ് സബ്ജക്റ്റഡ് ടു ഫ്രസ്ട്രേഷൻ ആൻഡ് ഫ്യൂട്ടിലിറ്റി എന്നാണ്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിനും മായയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ഒന്നാമത്തെ സത്യം.
വചനത്തിൽ എന്താണ് പറയുന്നത്? എന്നാൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിനും മായയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ എന്നാണ്. അതായത് നോട്ട് വില്ലിംഗ്ലി ബട്ട് ബൈ ദ വിൽ ഓഫ് ഹിം ഹു സബ്ജക്റ്റഡ് ഇറ്റ് എന്നാണ്. സോ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിനും മായയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിയേഷൻ വാസ് സബ്ജക്റ്റഡ് ടു ഫ്രസ്ട്രേഷൻ ആൻഡ് ഫ്യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകാം. സോ കാരണം ഈ ഒരു സത്യം, ദിസ് വിൽ ടേക്ക് ബാക്ക് us to Genesis 3, where we could see the fall of man and the fall of creation due to sin. സോ ഈ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ മനുഷ്യൻ പാപം ചെയ്യുന്നു. ദൈവം മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് മനുഷ്യനെയും സൃഷ്ടിയെയും വിധിക്കുന്നതാണ് നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മൾ 3:17 വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3:17 വായിക്കും, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനോട് കൽപ്പിച്ചതോ, ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച ഫലവൃക്ഷം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് ആഹോവൃത്തി കഴിയും. Then to Adam the Lord said, because you have listened to the voice of your wife and have eaten from the tree about which I commanded you, saying, you shall not eat of it. The ground is now under a curse because of you. In sorrow and toil you shall eat of it all the days of your life. See, the ground is under curse because of you. അപ്പൊ സൃഷ്ടിയിൽ ഒരു ശാപം വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സൃഷ്ടിയുടെ വീഴ്ചയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൃഷ്ടി എങ്ങനെയാണ് വീണത്? ക്രിയേഷൻ ഡിഡ് നോട്ട് fall or fall on its own. സൃഷ്ടി സ്വയമേ വീണതല്ല. സൃഷ്ടി സ്വയം വീഴുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? Creation did not fall on its own. Creation was subjected to futility by God as a righteous judgment. ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധി മുഖാന്തരം ഈ സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമായി. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിന് മായയ്ക്കും കീഴ്പ്പെടേണ്ടി വന്നു. സോ ഇപ്പോൾ ഓൾ സൃഷ്ടി ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിന്റെ അടിയിലാണ്. സോ എന്താണ് ഈ ദ്രവത്വം എന്ന് പറഞ്ഞാൽ? ഫ്യൂട്ടിലിറ്റിയുടെ അർത്ഥം എന്താണ്? ഫ്യൂട്ടിലിറ്റി മീൻസ് എയിംലെസ് കണ്ടീഷൻ ആണ്. വ്യർത്ഥത എന്നാൽ, ദ്രവത്വം എന്നാൽ ലക്ഷ്യമില്ലാത്ത അവസ്ഥ എന്ന്. The world is now in aimless and broken condition. ലോകം ഇപ്പോൾ ലക്ഷ്യമില്ലാതെ തകർന്ന ഒരു അവസ്ഥയിലാണ്. സോ അതിന്റെ ഇന്റൻസിറ്റി ഓരോ ദിവസം കൂടി വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് ലോകത്തിന് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം, ദൈവം ഏത് ഉദ്ദേശത്തിനു വേണ്ടി ഈ ലോകത്തെ സൃഷ്ടിച്ചോ ആ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം സ്വന്തമായി നിറവേറ്റാൻ ഇപ്പോൾ അതിനെ കഴിവില്ല.
എന്തുകൊണ്ടാണ് ആ കഴിവ് സൃഷ്ടിക്ക് നഷ്ടമായത്? ഈ പാപം, ഈ ശാപം വന്നതുകൊണ്ടാണ്. And the whole world is incapable of fulfilling its original intended purpose on its own. സ്വന്തമായിട്ട് അതിനെ ദൈവത്തിന്റെ ആ ഒരു ഉദ്ദേശത്തെ, ആ ഒരു പർപ്പസിനെ നിറവേറ്റാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ സൃഷ്ടി എത്തി. മനുഷ്യന് അതുപോലെയാണ്, സൃഷ്ടിയും അതുപോലെയാണ്. അതിന്റെ കാരണം പാപമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ് 20-21 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന, മനഃപൂർവമായിട്ടുള്ള അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയാലത്രേ എന്നാണ്. സോ ഒന്നാമതായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ മാത്രമല്ല, ഈവൻ ദ ക്രിയേഷൻ, ദൈവത്തിന്റെ സൃഷ്ടി subjected to frustration and futility. സോ നമ്മൾ വീണ്ടും ആ വചനത്തിൽ കൂടി മനസ്സിലാക്കേണ്ടത്, ഈ സൃഷ്ടിക്കും ഒരു പ്രത്യാശ ഉണ്ട്. ഈ സൃഷ്ടിയുടെ ഒരു ഹോപ്പ്, പ്രത്യാശയെ നമുക്ക് വചനം 20 കാണാൻ സാധിക്കും. വചനം 20 എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും, ഫ്രീഡം, ഡെലിവറൻസ്, ലിബറേഷൻ, ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ഫ്രീഡം പ്രാപിക്കും എന്നുള്ള ആശയോടെ അത് ഓരോ ദിവസവും കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സൃഷ്ടിക്കും ദൈവ മക്കൾ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവർ ധരിക്കാൻ പോകുന്ന ആ തേജസ് ഉണ്ടല്ലോ, ആ തേജസ് ധരിക്കുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഓർത്ത് വളരെ പ്രത്യാശയോടെ ലോകം ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. So here we need to understand, though the ground is under curse, the curse was never meant to be the end of the story. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് സൃഷ്ടി അല്ലെങ്കിൽ ഭൂമി ശാപത്തിന്റെ കീഴിലാണെങ്കിലും ആ ശാപം ഒരിക്കലും അതിന്റെ അവസാനമാകാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അത് അതിന്റെ അവസാനമാകാൻ പോകുന്നില്ല. കാരണം God subjected the universe to futility on the basis of hope. So ദൈവം ഈ സൃഷ്ടിയെ ദ്രവത്വത്തിനും മായയ്ക്കും കീഴ്പ്പെടുത്തിയത് പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ മേലാണ്. പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രപഞ്ചത്തെ വ്യർത്ഥതയ്ക്കും മായയ്ക്കും കീഴ്പ്പെടുത്തിയിരിക്കും. അപ്പൊ ഇടീ സൃഷ്ടി ഉണ്ടല്ലോ, ഈ ലോകം മുഴുവൻ, ഇല്ലെങ്കിൽ ഓൾ ക്രിയേഷൻ നമ്മൾ എടുത്താൽ അതിനും ഒരു പ്രത്യാശയുണ്ട്. അത് പ്രത്യാശയോടെയാണ് ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ടോ? കാരണം ദൈവമക്കളും പല രീതിയിലുള്ള കഷ്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ മാത്രമല്ല, ഓൾ ക്രിയേഷൻ ഓഫ് ഗാഡ് ഫ്രസ്ട്രേഷനിൽ കൂടി, ഫ്യൂറ്റിലിറ്റിയിൽ കൂടി കടന്നു പോകുന്നു. അതും കഷ്ടങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു. എന്നാൽ സൃഷ്ടിക്ക് ഒരു ഹോപ്പ് ഉണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു ഹോപ്പ് ഉണ്ടോ? സൃഷ്ടിക്കുള്ള ഹോപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവ മക്കൾ ക്രിസ്തുവിന്റെ തേജസ് ധരിക്കുന്ന ദിവസം.
സോ അതായത് ഭൂമിയുടെ ഇന്ത്യൻ സൃഷ്ടിയുടെ ഇപ്പോഴത്തെ വീണുപോയ അവസ്ഥ ഉണ്ടല്ലോ, അതിന് ദൈവത്താൽ ഒരു നിയുക്തമായ ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഈ ഈ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതായത് കറന്റ് ഫാലൻ സ്റ്റേറ്റ് ഹാസ് a divinely appointed എക്സ്പയറി ഡേറ്റ്. അപ്പൊ ആ ഡേറ്റിന് വേണ്ടിയാണ് ഈ സൃഷ്ടി മുഴുവൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്, പ്രത്യാശ. എന്നാൽ വാട്ട് ഈസ് ദാറ്റ് ഹോപ്പ്? എന്താണ് ആ പ്രത്യാശ? അതാണ് 20-ാം വചനത്തിൽ പറയുന്നത്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. ഉറപ്പാണ്, പ്രാപിക്കും. ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം, ആ ഡെലിവറൻസ്, ആ ഫ്രീഡം പ്രാപിക്കും എന്നുള്ള ആശയോടെ വായിക്ക് കീഴ്പ്പെട്ടിരിക്കും. സോ ഡെലിവറൻസ് ഇൻ ടു ഗ്ലോറി, മഹത്വത്തിലേക്കുള്ള, തേജസ്സിലേക്കുള്ള ഒരു വിടുതൽ, ഒരു വിമോചനം ഈ സൃഷ്ടിക്കുണ്ട്, ഈ ക്രിയേഷൻ ഉണ്ട്. The ultimate destiny of the physical creation is freedom from decay and corruption. അതായത് സൃഷ്ടിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ദ അൾട്ടിമേറ്റ് ഗോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ദ്രവത്വത്തിൽ നിന്ന്, ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന്, മായയിൽ നിന്ന് ഒരു വിടുതലും പിന്നെ ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം ഞാനും പ്രാപിക്കും എന്നുള്ള ഒരു പ്രത്യാശയോടെയാണ് അത് ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. We are traveling, along with us the whole creation is traveling. അപ്പൊ ഈ ദൈവത്തിന്റെ സൃഷ്ടിക്ക് ഒരു പ്രത്യാശയുണ്ട്. നമ്മളും ഈ ലോകത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കും. നമ്മുടെ ജീവിതത്തിലും കഷ്ടമുണ്ട്. ഈ ലോകവും കഷ്ടങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചോ. So when believers finally experience the full reality of their adoption as God's children, the universe itself will be redeemed and transformed. ഇപ്പൊ ദൈവം നമ്മെ അവന്റെ മക്കളായി ദത്തെടുക്കപ്പെട്ടതിന്റെ പൂർണ്ണ യാഥാർത്ഥ്യമുണ്ടല്ലോ. ആ യാഥാർത്ഥ്യം വിശ്വാസികളായ നാം ഒടുവിൽ അനുഭവിക്കുമ്പോഴാണ് ഈ സൃഷ്ടി വീണ്ടെടുക്കപ്പെടുന്നത്, രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകും. മനസ്സിലായ? അതാണ് ദൈവ മക്കളുടെ, അതാണ് 20-ാം വചനത്തിൽ പറയുന്നത്, ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ദൈവ മക്കൾക്ക് തേജസ്സാകുന്ന സ്വാതന്ത്ര്യമുണ്ട്, അത് അവർ പ്രാപിക്കും. ആ സ്വാതന്ത്ര്യം അവർ പ്രാപിക്കുമ്പോൾ ആ തേജസ്സിന്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്കും പങ്കുണ്ട്. അവർക്ക് ആ തേജസ്സുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അവർക്ക് മഹത്വം കിട്ടുമ്പോൾ, അവരുടെ ഗ്ലോറിഫിക്കേഷനിൽ എനിക്കും പങ്കാളിത്തം ഉണ്ടെന്നാണ് ഈ സൃഷ്ടി പറയുന്നത്. ആ പ്രത്യാശയിലാണ് ഈ സൃഷ്ടി ഓരോ ദിവസവും. എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്, എനിക്കൊരു രൂപാന്തരമുണ്ട്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്തത്. 22-ാം വചനം വായിക്കുമ്പോൾ, 22-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റ് നോവോടിരിക്കുന്ന എന്ന് നാം അറിയുന്നുവല്ലോ. For we know that all creation has been groaning as in the pains of childbirth right up to the present time. So സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ.
സർവ സൃഷ്ടിയും എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് മാൻ ആണ്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ സൃഷ്ടിയിൽ ഇപ്പോൾ ഞെരുക്കമുണ്ട്, ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈറ്റുനോവുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ഗ്രോണിങ്. ഞെരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞെരുങ്ങുന്നത്? സോ വേദന കൊണ്ടോ അസ്വസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള ശബ്ദമുണ്ട്, അയ്യോ എന്നുള്ള ഒരു ശബ്ദം. അതാണ് ഗ്രോണിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ സങ്കടം, ആ വേദന, ആ അസ്വസ്ഥത ദൈവമക്കൾക്ക് മാത്രമല്ല, സർവ സൃഷ്ടിക്കുമുണ്ട്. സോ എന്നാൽ ഇവിടെ പറയുന്നത്, സോ ദൈവമക്കൾ ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങിയിരിക്കുന്നു എന്നാണ്. So the world, the whole creation has been groaning up to the present time എന്നാണ്. ഒന്നാമതായിട്ട് ഈ ഹോൾ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എന്തിനു വേണ്ടിയാണ് നിറങ്ങുന്നത്? The world is groaning because there is sin. പാപം ഉള്ളത് കൊണ്ട് ലോകം നിറങ്ങുന്നു. The world is groaning because there is death. മരണം ഉള്ളത് കൊണ്ട് ലോകം നിറങ്ങുന്നു. The world is groaning because there are thorns and thistles. മുള്ളുകളും പറക്കാറകളും ഉള്ളത് കൊണ്ട് ലോകം നിറങ്ങുന്നു. The whole creation is groaning to be liberated from the curse. ശാപത്തിൽ നിന്ന് മോചനം നേടാൻ സൃഷ്ടി ഓരോ ദിവസവും നിറങ്ങുകയാണ്. സോ പാപം വന്നതുകൊണ്ട് ഇപ്പൊ പാപവുമുണ്ട്, ശാപവുമുണ്ട്, മരണവുമുണ്ട്. അതല്ലാതെ മുള്ളും പറക്കാറകളും സൃഷ്ടിയിലും. അപ്പൊ ഇതിൽ നിന്ന് ഒരു വിടുതൽ, ഇതിൽ നിന്ന് ഒരു രൂപാന്തരം, ഇതിൽ നിന്ന് ഒരു മാറ്റം ഈ സൃഷ്ടി നേടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. പ്രത്യാശയോടെ, ആശയോടെ കാത്തിരിക്കുന്നു, ആശയോടെ ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത്? Why the children of God are groaning? ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത് എന്നത് അപ്പോസ്തലനായ പൗലോസ് ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം വചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. 23-ാം വചനത്തിൽ എന്താണ് പറയുന്നത്? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും വായിക്കുന്നു. ആത്മാവിനെ ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്നു. അപ്പൊ ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത്? അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: And we believers also groan, even though we have the Holy Spirit within us as a foretaste of future glory. For we long for our bodies to be released from sin and suffering. We too wait with eager hope for the day when God will give us our full rights, as His adopted children, including the new bodies He has promised us. ഇപ്പൊ ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടി ഇറങ്ങുന്നു? കാരണം സൃഷ്ടിയിൽ പാപമുള്ളത് കൊണ്ട്, സൃഷ്ടിയിൽ മരണമുള്ളത് കൊണ്ട്, സൃഷ്ടിയിൽ ശാപമുള്ളത് കൊണ്ട്, സൃഷ്ടിയിൽ മുള്ളുള്ളത് കൊണ്ട്, തോൺസ് ആൻഡ് തിസിൽസ് ഉള്ളത് കൊണ്ട് അത് ഇറങ്ങുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട്
We are groaning for the redemption of our body from sin and suffering. അതാണ് ഇവിടെ പറയുന്നത്. ഈ പാപത്തിൽ നിന്നും ഈ കഷ്ടപ്പാടിൽ നിന്നും നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കാനായി നാം എപ്പോഴും ഇറങ്ങുന്നു. രണ്ടാമതായിട്ട്, we are groaning within ourselves, waiting eagerly to experience our full rights as adopted sons of God. പുത്രന്മാരായി ദൈവം നമ്മെ ദത്തെടുക്കപ്പെട്ടത് പൂർണ്ണമായി അനുഭവിക്കാൻ നാം ഉള്ളിൽ നിറങ്ങുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഞെരുക്കമാണ് നമുക്ക്. മൂന്നാമതായിട്ട് ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, we are groaning to have the new bodies he has promised us. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്? ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത പുതിയ ശരീരങ്ങൾ ധരിക്കാൻ നമ്മൾ ഇറങ്ങുകയാണ്. ഈ പുതിയ ശരീരം എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. യേശുക്രിസ്തു വരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം എന്ന് പറയുന്നത് തേജസ്സുള്ള ശരീരമാണ്. ദ റിസറക്റ്റഡ് ബോഡീസ് ആണ്, ഗ്ലോറിഫൈഡ് ബോഡീസ് ആണ്. സോ അത് എപ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത്? അത് ധരിക്കാൻ ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നു. സോ ഇവിടെ Paul links these groaning to pains of childbirth in verse 22. ലോകത്തിനും ഒരു ഗ്രോണിംഗ് ഉണ്ട്, ദൈവമക്കൾക്കും ഒരു ഗ്രോണിംഗ് ഉണ്ട്. എന്നാൽ ആ ഗ്രോണിംഗ്, ആ ഞെരുക്കം, ആ ഞെരുങ്ങുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് 22-ാം വചനത്തിൽ പ്രസവ വേദനയോട് തുല്യമാക്കിയിട്ടാണ്, ഈറ്റുനോവിനോട് തുല്യമാക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്കും ഒരു ഈറ്റുനോവുണ്ട്, അപ്പൊ ദൈവമക്കൾക്കും ഒരു ഈറ്റുനോവുണ്ട്. അതാണ് 22-ാം വചനത്തിൽ പറയുന്നത്. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി നോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ എന്ന്. For we know that all creation has been groaning as in the pains of childbirth right up to the present time. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഈ ഞെരുങ്ങിയ ഒരു അനുഭവമുണ്ട്. ഈ ഈറ്റുനോവിന്റെ, പ്രസവ വേദനയുടെ അതുപോലെയുള്ള ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ഗ്രോണിങ്ങും വേണ്ട, പെയിനും വേണ്ട. നമുക്ക് പെയിൻലെസ്, ഗ്രോൺലെസ് ലൈഫ് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പെയിൻ കില്ലർ എടുത്തോ. പെയിന് നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? Every mother has to go through pain while giving birth to a child. ഓരോ അമ്മയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ വേദനയോട് കൂടെ കടന്നു പോകണം. അപ്പൊ വേദന വേണ്ടായും കുഞ്ഞും വേണ്ട. കുഞ്ഞിനെ പ്രസവിക്കണോ, അപ്പൊ തീർച്ചയായിട്ടും വേദന വേണം, വേദന ഉണ്ടായിരിക്കും. So through that pain a child is born. ആ വേദനയിൽ കൂടിയാണ് ഒരു കുഞ്ഞ് പുതിയതായിട്ട് ഈ ലോകത്തിൽ ജനിക്കുന്നത്. So actually this pain is the part of the punishment of God gave to Eve. വാസ്തവത്തിൽ ഈ വേദന ദൈവം ഹവ്വയ്ക്ക് നൽകിയ ഒരു ശിക്ഷയുടെ ഭാഗമാണ്. എന്നാൽ with pain and sorrow a woman will give birth to a child. So വേദനയും ദുഃഖവും സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നു, പ്രസവിക്കുന്നു. പുതിയ ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുന്നത് ആ വേദനയിൽ കൂടിയാണ്.
എന്നാൽ ആ വേദന ശാശ്വതമാണ്. ബട്ട് ആഫ്റ്റർ പെയിൻ there comes joy. എന്നാൽ വേദനയ്ക്ക് ശേഷം സന്തോഷം വരും. കുഞ്ഞ് ജനിക്കുന്നത് വരെ വേദനയാണ്, ജനിച്ച ശേഷം ഭയങ്കര സന്തോഷമാണ്. സോ അതിനാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസും പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, here Paul says in the same way we are also going through that painful process right now. ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും ഈ സൃഷ്ടിയും അതുപോലെയാണ് ഈ വേദനാജനകമായ പ്രക്രിയയിൽ കൂടി കടന്നു പോകുന്നു. ഇത് വളരെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ആവശ്യം എന്ന് ചോദിച്ചാൽ, the purpose is to bring forth this new birth or new creation in us. ആ വേദനയിൽ കൂടി ഒരു അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ പുതിയതായിട്ട് ഈ ലോകത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ഒരു പ്രസവിക്കുമോ, അതുപോലെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രോണിങ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടങ്ങൾ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനകൾ, ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വേദനയുടെ ഉദ്ദേശം നമ്മുടെ ഉള്ളിൽ ഈ പുതിയ ജനനം അല്ലെങ്കിൽ ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉളവാകണം എന്നത്. എന്താണ് ഈ പുതിയ സൃഷ്ടി, എന്താണ് ഈ പുതിയ ജനനം എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരം, പുതിയ ഒരു ശരീരം ധരിക്കണമെങ്കിൽ, തേജസ്സുള്ള മഹത്വമുള്ള ഒരു ശരീരം ധരിച്ചവരായിട്ട് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയി തീരണമെങ്കിൽ, ദൈവത്തിന്റെ മക്കളായി പരിപൂർണമായി മാറണമെങ്കിൽ ഈ പ്രസവ വേദന നമ്മുടെ ജീവിതത്തിൽ, ഈ ഞെരുക്കം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ ക്രിസ്തുവിൽ നമ്മൾ പങ്കുചേർന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ സങ്കടങ്ങളിൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുചേർന്നത് എന്തിനു വേണ്ടിയാണ്? പ്രത്യാശയോട് കൂടിയാണ്. യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ തേജസ്, അവന്റെ മഹത്വം, അവന്റെ തേജസ് ധരിക്കും. അവന്റെ തേജസ് ധരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഹലോ കേക്കാവോ? എന്റെ വോയിസ് ഓഡിബിൾ ആണ്? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ യേശു ക്രിസ്തു, ഈ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ യേശു ക്രിസ്തുവിനെ നേരിടുമ്പോൾ, യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഒരു പുതിയ ശരീരമാണ്, മഹത്വം ധരിച്ച ഒരു ശരീരമാണ്. നമ്മൾ പുതിയ സൃഷ്ടികളായിട്ട് മാറും. എങ്ങനെയാണ് പുതിയ സൃഷ്ടികൾ? നമ്മളിപ്പോൾ അതിന്റെ ഫോർടേസ്റ്റ് മാത്രമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ വചനം പറയുന്നത് അവനെ പോലെ നമ്മൾ ആയിത്തീരും എന്നാണ്. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ടു ഹാവ് ദിസ് ന്യൂ ബർത്ത് വി ആർ ഗ്രോണിങ്. ഈ പുതിയ ജനനം പ്രാപിക്കാൻ ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദ്യങ്ങളുണ്ടെങ്കിൽ